സൗദിയിലെ 3000-ലേറെ കമ്പനികളിലെ ജീവനക്കാർ പ്രീമിയം ഇഖാമയ്ക്ക് അർഹരാണെന്ന് പ്രീമിയം റെസിഡൻസി കേന്ദ്രത്തിന്റെ സർവേ. ആരോഗ്യശാസ്ത്ര ഗവേഷണ മേഖലയിലുള്ള മികച്ച പ്രതിഭകൾക്കെല്ലാം പ്രീമിയം റെസിഡൻസി സ്വന്തമാക്കാം. ലവിയും ഫീസുകളും ഇല്ലാതെ സൗദി പൗരന്മാരുടേതിന് സമാനമായ അവകാശങ്ങളാണ് പ്രീമിയം ഇഖാമ നൽകുക. 3484 സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർ പ്രീമിയം റെസിഡൻസിക്ക് അർഹരാണെന്നാണ് സൗദി അറേബ്യയുടെ കണ്ടെത്തൽ. ഇപ്പോൾ പ്രത്യേക വിഭാഗങ്ങളാക്കി തിരിച്ച് പ്രീമിയം റെസിഡൻസി നൽകുകയാണ് സൗദി അറേബ്യ. 4 വിഭാഗക്കാർക്ക് നിലവിൽ പ്രീമിയം റെസിഡൻസി ഇപ്പോൾ വേഗത്തിൽ ലഭ്യമാക്കും. ഇതിനായി നിബന്ധനകളുണ്ട്. 1-ാം വിഭാഗം ഗവേഷകരാണ്. ഈ വിഭാഗത്തിൽ പ്രീമിയം ഇഖാമ ലഭിക്കാൻ നിബന്ധനകൾ ഇവയാണ്: 1. സൗദിയിലെ ഏതെങ്കിലും സ്ഥാപനത്തിലോ കമ്പനിയിലോ ജോലി ചെയ്യുന്നവരാവുക. 2. പ്രതിമാസം കുറഞ്ഞത് 14,000 റിയാൽ ശമ്പളമുള്ളവരായിരിക്കുക. 3. ചുരുങ്ങിയത് PG എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയായി ഉണ്ടായിരിക്കുക. 4. കമ്പനിയുടെ മേധാവിയിൽ നിന്നും റെക്കമെൻഡേഷൻ ലെറ്ററും സമർപ്പിക്കണം. ഗവേഷകരാണെങ്കിൽ യോഗ്യതയുള്ള മേഖലയിലെ 3 പേപ്പറുകളും സബ്മിറ്റ് ചെയ്യണം. ആരോഗ്യശാസ്ത്ര മേഖലയിലുള്ളവർക്കും പ്രീമിയം ഇഖാമ ലഭിക്കും. എന്നാൽ ഇവർക്ക് കുറഞ്ഞ ശമ്പളം 35,000 ആയിരിക്കണം. മിനിമം ബിരുദമെങ്കിലും യോഗ്യതയായും വേണം. മറ്റുള്ള നിബന്ധനകളെല്ലാം നേരത്തെ പറഞ്ഞതു തന്നെ. സ്പെഷ്യൽ ടാലന്റുള്ള ശാസ്ത്ര മേഖലയിൽ പ്രതിഭകളായ ഗവേഷണത്തിലും താല്പര്യമുള്ള വിദേശികൾക്കെല്ലാം സൗദിയിൽ പ്രീമിയം റെസിഡൻസി സ്വന്തമാക്കാം. മാതാപിതാക്കൾ ഉൾപ്പെടെ കുടുംബത്തോടൊപ്പം സ്പോൺസറും ലവ്യവുമില്ലാതെ സൗദിയിൽ താമസം ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. വിമാനത്താവളത്തിൽ ഉൾപ്പെടെ സൗദി പൗരന്മാരുടെ അതേ ഫാസ്റ്റ് ട്രാക്കും സ്വന്തമായി റീ എൻട്രികൾ ചെയ്യുവാനുള്ള സൗകര്യവും പ്രീമിയം ഇഖാമയുടെ ഗുണങ്ങളാണ്. ഭാര്യയെയും മക്കളെയുമെല്ലാം സൗദിയിൽ ജോലി ചെയ്യിപ്പിക്കാനും ബിസിനസ് ചെയ്യിപ്പിക്കാനും സ്വന്തമായി ഭൂമി വാങ്ങുവാനും ഇതുവഴി അവസരമുണ്ടാകും. നിതാഖാത്ത് ചട്ടങ്ങളും ഇവർക്ക് ബാധകമാകില്ല. മീഡിയ 1 റിയാദ്.